ജനപ്രിയമാവാൻ ഒരുങ്ങി പ്രിയദർശിനി. വരുന്ന ജൂൺ 15 തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ ഇനി സൗജന്യമായി യാത്ര ചെയ്യാം. UDF സർക്കാരിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാമൂഹിക മാറ്റത്തിന് വഴി തുറക്കുന്ന ഈ ചരിത്ര പദ്ധതിക്ക് പിന്നിൽ ചില നിബന്ധനകളും വലിയ സാമ്പത്തിക കണക്കുകളുമാണുള്ളത്. എന്തൊക്കെയാണവ നമുക്ക് നോക്കാം. മന്ത്രിസഭാ യോഗത്തിനു ശേഷം പുറത്തുവന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയൊക്കെയാണ്. വരുമാന പരിധിയില്ലാതെ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതി വഴി സൗജന്യമായി യാത്ര ചെയ്യാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൗജന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിന് കൂടെ കൊടുക്കും. ഏതൊക്കെ ബസ്സുകളിലാണ് സൗജന്യം? പ്രിയദർശിനി പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ KSRTC ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സൗജന്യ യാത്ര. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, KSRTC സ്വിഫ്റ്റ് തുടങ്ങിയ പ്രീമിയം ബസ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. നിലവിൽ KSRTC സർവീസ് നടത്തുന്ന 5089 ബസ്സുകളിൽ 3290 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ഏർപ്പെടുത്തുക. അതായത് 60% ബസ്സുകളിലും സൗജന്യ യാത്ര ലഭ്യമാകും. ഇതിലൂടെ സ്ത്രീ യാത്രക്കാർക്ക് പ്രതിമാസം 800 മുതൽ 1000 രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. സാമ്പത്തിക കണക്കുകൾ. ഫണ്ട് എവിടെ നിന്ന്? സൗജന്യ യാത്ര കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും ഇതിന്റെ സാമ്പത്തിക ബാധ്യത ആര് വഹിക്കുമെന്ന ചോദ്യം സ്വാഭാവികമാണ്. നിലവിൽ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. എന്നാൽ ഈ പദ്ധതി കാരണം KSRTCക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നികത്തും. പ്രിയദർശിനി പദ്ധതിക്കായി പ്രതിമാസം 65 കോടി രൂപ മുതൽ 75 കോടി രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു വർഷം ഏകദേശം 800 കോടി രൂപ. ഈ തുക സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകും. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകുന്ന 1500 കോടി രൂപയുടെ ഗ്രാന്റിനു പുറമെ ആയിരിക്കും ഈ തുക അനുവദിക്കുകയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പരസ്യങ്ങൾ വഴിയും ടിക്കറ്റ് ഇതര വരുമാനം കൂട്ടിയും പ്രതിസന്ധി മറികടക്കാൻ ഒരുങ്ങുകയാണ് KSRTC. ഇത്തരത്തിൽ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയ ശേഷം സൗജന്യ യാത്രയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് 6 മാസത്തിനു ശേഷം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലബാർ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും. പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴും വലിയൊരു പ്രാദേശിക അസമത്വം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഭൂരിഭാഗവും സർവീസ് നടത്തുന്നത് തെക്കൻ ജില്ലകളിലാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് മാത്രം 900-ലധികം ഓർഡിനറി ബസ്സുകളുണ്ട്. എന്നാൽ മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ മലബാർ ജില്ലകളിൽ സ്വകാര്യ ബസ്സുകളെയാണ് ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. അവിടെ KSRTC ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. മലബാർ മേഖലയിൽ പൊതുഗതാഗതത്തിന്റെ 28% മാത്രമാണ് KSRTC കൈകാര്യം ചെയ്യുന്നത്. ഇതൊഴിവാക്കാൻ എല്ലാ മാസത്തിലും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുമെന്നും ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീൻ വഴിയുള്ള ഡാറ്റ പരിശോധിച്ച് ആവശ്യാനുസരണം മലബാർ മേഖലയിലേക്ക് കൂടുതൽ ഓർഡിനറി ബസ്സുകൾ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രിയദർശിനി പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധങ്ങളും ഉയരുകയാണ്. സാമ്പത്തിക സ്ഥിതി നോക്കാതെ കേവലം ലിംഗഭേദത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ യാത്ര സൗജന്യമാക്കുന്നതിനെതിരെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്തെത്തി കഴിഞ്ഞു. പദ്ധതി നടപ്പിലാക്കുന്ന ജൂൺ 15-ാം തീയതി KSRTC ബസ്സുകൾ തടയുമെന്നും ടിക്കറ്റില്ലാതെ സൗജന്യമായി യാത്ര ചെയ്ത് നിയമലംഘന പ്രതിഷേധം നടത്തുമെന്നുമാണ് സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർഹരായ ദരിദ്രരായ പുരുഷന്മാരെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും സാമൂഹിക ചലനാത്മകതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറാനൊരുങ്ങുമ്പോൾ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ പലതാണ്. ഇതിനകം തന്നെ കടത്തിൽ മുങ്ങിയ KSRTCക്ക് ഈ ഭാരം താങ്ങാനാകുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.